മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ ഇന്ത്യൻ പ്രതിരോധ രംഗം വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയത്. അതായത് തദ്ദേശീയമായിട്ട് നമുക്ക് വിമാനങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനും സാധിച്ചു. ഇന്ത്യയുടെ ഈ നീക്കം ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ വൻകിട രാജ്യങ്ങളെ വല്ലാതെ അസൂയപ്പെടുത്തി. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമുണ്ടായിരുന്ന സാങ്കേതിക പരിജ്ഞാനം ഇന്ത്യയും സ്വായത്തമാക്കുന്നു. ഇന്ത്യയിലും മികച്ച ആളുകളൊക്കെ ഉയർന്നു വരുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവിടെ നമ്മുടെ ഒരു ഫൈറ്റർ ജെറ്റ് അപകടത്തിൽപ്പെടുന്നു, തേജസ്. ദുബായിലെ എയർ ഷോയ്ക്കിടയിലാണ് ഇത് തകർന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പാസഞ്ചർ വിമാനമൊന്നുമല്ല, ഒരു യുദ്ധവിമാനം തകരുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ നെഞ്ചകം തന്നെ തകർക്കുന്ന ഒരു സംഭവമാണ്. ആ പൈലറ്റിന് വേണമെങ്കിൽ രക്ഷപ്പെടാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം, പക്ഷേ ആ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനത്തിലുള്ള ആ വിശ്വാസം കാരണമായിരിക്കാം അദ്ദേഹം എജക്ട് ചെയ്യാഞ്ഞ്. അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും 30 വർഷക്കാലം നീണ്ടു നിന്ന ഗവേഷണ പ്രയത്നങ്ങളുടെ ഫലമായിട്ടാണ് തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നത്. അതിൻ്റെ എഞ്ചിൻ മാത്രമേ ഉള്ളൂ നമുക്ക് നിർമ്മിക്കാൻ കഴിയാത്തത്. ബാക്കി 70% തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിച്ച യുദ്ധവിമാനമാണ്. ഈ വിമാനത്തിൻ്റെ മികവ്, സുരക്ഷാ റെക്കോർഡ് ഒക്കെ തന്നെ ലോകത്തെ രാജ്യങ്ങളെ ഞെട്ടിച്ചതാണ്. ഇതിനു മുമ്പ് രാജസ്ഥാനിലെ ജയ്സാൽമാറിൽ ഒരു ജനവാസ കേന്ദ്രത്തിന് സമീപം ഈ തേജസ് യുദ്ധവിമാനത്തിന് തകർച്ചയുണ്ടായി, അല്ലെങ്കിൽ ആ വിമാനം തകർന്നു. അന്ന് പക്ഷേ പൈലറ്റ് എജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. അതിനുശേഷം ഇപ്പോഴാണ് ഒരു യുദ്ധവിമാനം തകരുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തിനിടയിൽ 2 യുദ്ധവിമാനങ്ങൾ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത്. അത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.